അതിനെപ്പറ്റി നിങ്ങൾ വായിക്കുന്നതും അറിയുന്നതും എല്ലാം സക്സസ് സ്റ്റോറീസ് മാത്രമാണ്. പക്ഷെ ഓരോ സക്സസിന്റെ പിറകിലും ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ട്. It's all about learning from those small mistakes, course correcting, and when you big, you win big. As people say, it's about losing small and winning big. ഞാൻ ജനിച്ചു വളർന്നത് ഒരു വലിയ കൂട്ടുകുടുംബത്തിലാണ്. അന്ന് വീട്ടിൽ 18 പേരുണ്ടായിരുന്നു. ഇന്നും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. ഏത് സമയത്ത് വീട്ടിൽ വന്നാലും 10-15 പേരുണ്ടാവും. അങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിൽ വളരുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് വാല്യൂസ് ഉണ്ട്. അങ്ങനെ പഠിച്ച വാല്യൂസിന് ഇന്നത്തെ വളർച്ചയിൽ വലിയൊരു പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് അപ്പ് ഇൻ എ സ്മോൾ വില്ലേജ് ലൈക്ക് അവേഴ്സ് മീൻസ് ദാറ്റ് യു ഓൾവേസ് ഹാവ് എ ക്ലോസ് knit not just family but community to fall back on. It feels like you have a family of 1,000 to support and guide you. If you're truly proud of where you come from, you'll never forget your roots, and that's what keeps you on the ground even when you are successful. ഏതൊക്കെ വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളെന്ന് നമുക്കറിയാം. എനിക്ക് മാത്തമാറ്റിക്സ് കൂടാതെ ഏറ്റവും ഇഷ്ടമുള്ള എന്ന് പറയാൻ പറ്റുന്നത് സ്പോർട്സ് ആണ്. ചെറുപ്പം തൊട്ട് തന്നെ ഫുട്ബോൾ, ക്രിക്കറ്റ്, ടേബിൾ ടെന്നീസ് തുടങ്ങി ഒരുപാട് ഗെയിംസ് കളിക്കുമായിരുന്നു. ക്ലാസ് റൂമിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ കുറേയേറെ ലൈഫ് ലെസൺസ്, റിയൽ ലൈഫ് ലെസൺസ് സ്പോർട്സിൽ നിന്നാണ് പഠിക്കുന്നത്. ഉദാഹരണത്തിന് ഹൗ ടു പ്ലേ ഇൻ എ ടീം, ഹൗ ടു ലീഡ് എ ടീം, ഹൗ ടു ഹാവ് ദ കില്ലർ ഇൻസ്റ്റിങ്ക്ട്, ഹൗ ടു പെർഫോം അണ്ടർ പ്രഷർ. ഇതൊക്കെ ഒരു കാഷ്വൽ എൻവയൺമെന്റിൽ പഠിക്കാൻ സ്പോർട്സിൽ നിന്ന് കിട്ടുന്ന പോലെ ഒരു ഓപ്പർച്യൂണിറ്റി വേറെ മറ്റൊന്നിലും കിട്ടില്ല. എസ്പെഷ്യലി ഇഫ് യു ആർ പ്ലേയിങ് ഗെയിംസ് ഓഫ് ഫൺ. ഇതെല്ലാം ബിസിനസ്സിലായാലും ലൈഫിലായാലും വളരെ യൂസ്ഫുൾ ലെസൺസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പാരന്റ്സിനോടും പറയാനുള്ളത് പഠനം പോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ്. നമ്മൾ പാരന്റ്സ് ഇത് വളരെ വൈകിയാണ് മിക്കവാറും മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുന്നത് ഇതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വലിയ തോതിൽ സഹായിക്കും. ഒരു സാധാരണ തുടക്കം. ഞാൻ ജനിച്ചതും വളർന്നതും കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഗ്രാമത്തിൽ. ഞാൻ ആക്ച്വലി എല്ലാ മീറ്റിംഗ് തുടങ്ങുമ്പോഴും ഇൻവെസ്റ്റർ മീറ്റിംഗ്സ് ആയാലും അതുപോലെ ഇമ്പോർട്ടന്റ് മീറ്റിംഗ്സിലൊക്കെ ആദ്യം തന്നെ എപ്പോഴും പറയും ഐ കം ഫ്രം എ സ്മോൾ വില്ലേജ്. പെട്ടെന്ന് തന്നെ അവർ ഇംപ്രസ്ഡ് ആവും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ തിങ്ക് ദാറ്റ് ഇതൊരു വലിയൊരു പോരായ്മയാണെന്ന്. ഇത്രയും ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസിൽ നിന്ന് വന്ന് എങ്ങനെയാണ് ഇത്രയൊക്കെ അച്ചീവ് ചെയ്തതെന്നാണ് അവർ പെട്ടെന്ന് തന്നെ ആലോചിക്കുക. പക്ഷെ ആൾക്കാർക്ക് അറിയില്ല ദാറ്റ് കേരളത്തിൽ എവിടെയാണെങ്കിലും ഗ്രാമത്തിലായാലും പട്ടണത്തിലായാലും നഗരത്തിലായാലും ഓൾമോസ്റ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. ഗ്രാമത്തിൽ വരുന്നതിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ കൂട്ടായ്മ, അതുപോലെ ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കാനുള്ള പ്രവണത, അതും കൂടാതെ പരസ്പരം സഹായിക്കാനും സഹകരിക്കാനുള്ള ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ക്വാളിറ്റീസ് പഠിക്കാൻ പറ്റിയത് ഇങ്ങനെയൊരു ഗ്രാമത്തിലെ അന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ടാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ദാറ്റ്സ് വാട്ട് മേക്സ് us എക്സ്ട്രീംലി പോസിറ്റീവ് ആൻഡ് ഹൈലി ആസ്പിറേഷണൽ. ഇങ്ങനെ വലിയ അഡ്വാൻറ്റേജ് ആണ് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നത്. ഞാൻ പഠിച്ചത് ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിലാണ്, അഴീക്കോട് ഹൈസ്കൂൾ. അച്ഛനും അമ്മയും അതേ സ്കൂളിൽ ടീച്ചേഴ്സ് ആയിരുന്നു. സ്പോർട്സിലുള്ള പാർട്ടിസിപ്പേഷൻ കാരണം ഞാൻ കുറെ സമയം ക്ലാസ്സിന് പുറത്ത് ചെലവഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മാത്സും സയൻസും എനിക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളൊക്കെ ഞാൻ കുറെ സ്വന്തമായി പഠിച്ചു. ഇംഗ്ലീഷ് മെയിനായി പഠിച്ചത് റേഡിയോയിൽ ക്രിക്കറ്റ് കമന്ററി കേട്ടിട്ടാണ്. ഇഷ്ടമുള്ള കാര്യങ്ങളിൽ കൂടി പഠിച്ചാൽ വളരെ ഈസിയായി പഠിക്കാമെന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണിത്. മാത്സിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. മാത്സിനോടുള്ള ഇഷ്ടം 8ൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ 10ലെയും 12ലെയും ഒക്കെ ടോപ്പിക്സ് പഠിക്കുമായിരുന്നു. അങ്ങനെ മാത്സ് പഠിച്ചും പഠിപ്പിച്ചും കണ്ടിന്യൂസ് ആയി ഇംപ്രൂവ് ചെയ്തേക്കൊണ്ടിരുന്നു. എങ്ങനെയുണ്ടായ ഇഷ്ടമാണ് പിന്നീട് ഫ്രണ്ട്സിനെ പഠിപ്പിക്കാനും അത് വഴി ഒരു മാത്സ് ടീച്ചർ ആവാനും എന്നെ സഹായിച്ചത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ 3 വർഷം പുറത്ത് ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഒരു വെക്കേഷനിൽ നാട്ടിൽ വന്നപ്പോഴാണ് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി മാത്സ് പഠിക്കാൻ എന്റെ അടുത്ത് പിന്നെയും വന്നു. അങ്ങനെ ഒരു വീക്കെൻഡിൽ കാഷ്വലായി 20-25 ഫ്രണ്ട്സിന് വേണ്ടി തുടങ്ങിയ ഒരു സെഷൻ പിന്നീട് പെട്ടെന്ന് തന്നെ വലുതായി ഓഡിറ്റോറിയത്തിലേക്കും അവിടെ നിന്ന് സ്റ്റേഡിയത്തിലേക്കും വളർന്നു. തുടങ്ങിയ സമയത്ത് ഓരോ ആഴ്ചയും ഞാൻ 9 സിറ്റീസിലേക്ക് ട്രാവൽ ചെയ്താണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. എല്ലാ സ്ഥലത്തെയും ഓഡിറ്റോറിയം അല്ലെങ്കിൽ സ്റ്റേഡിയം ഫുൾ ആവുമായിരുന്നു. ഷെഡ്യൂൾ ഓൾമോസ്റ്റ് ഇങ്ങനെയായിരുന്നു. സാറ്റർഡേ രാവിലെ ഞാൻ ബാംഗ്ലൂരിലോട്ട് ക്ലാസ് എടുക്കും, പിന്നെ വൈകുന്നേരം ചെന്നൈയിൽ ക്ലാസ് എടുക്കും, സൺഡേ മോർണിംഗ് ബോംബെയിലും ഈവനിങ് പൂനെയിലും ക്ലാസ് എടുക്കും. പിന്നീട് അഗൈൻ മൺഡേ മുതൽ ഫ്രൈഡേ വരെ 5 സിറ്റീസിലും കൂടി ട്രാവൽ ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ 9 സിറ്റി ഞാൻ എല്ലാ ആഴ്ചയും കവർ ചെയ്യായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി 3 വർഷം ഞാൻ ട്രാവൽ ചെയ്ത് ക്ലാസ് എടുത്തുകൊണ്ടേയിരുന്നു. കുറെ കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു കാര്യം മനസ്സിലായി. മിക്ക കുട്ടികളും പഠിക്കുന്ന രീതി ഇപ്പോഴും ശരിയല്ലായിരുന്നു. സ്റ്റിൽ ലേണിംഗ് ഇസ് ഡ്രിവൺ ബൈ ഫിയർ ഓഫ് എക്സാംസ് ആൻഡ് നോട്ട് ലവ് ഫോർ ലേണിംഗ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുന്നതിന് പകരം they're still memorizing, replicating and then forgetting. Once exam is over, everything is over for them. മനസ്സിലാക്കി പഠിച്ചാൽ പഠനം ആക്ച്വലി വളരെ ഈസി ആവും. ഏറ്റവും ലോജിക്കലായ മാത്ത് പോലും പഠിക്കുന്നത് ഒരു പോയം പോലെയാണ്.
നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ കുട്ടികളും പഠിക്കേണ്ടത്. അൽജിബ്രയിൽ ഒരു റാപ്പ് ഞാൻ രസകരമായി പ്രസന്റ് ചെയ്താൽ ഇവിടെ 10th സ്റ്റാൻഡേർഡിലെ ടോപ്പിക്കാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇഫ് യു മേക്ക് ഇറ്റ് ലൈക്ക് എ പോയം ഇറ്റ് വിൽ സൗണ്ട് ലൈക്ക് ദിസ്. AP is a plus d a plus n minus 1 into d, which is nth term. Sum to n terms is n by 2 into first term plus last term n by 2 into 2a plus n minus 1 into d. 3 constant AP will get as a minus d a plus d. 4 you will take it as a minus 3d a minus d a plus d a plus 3d. If you add it all, the d's will get cancelled. You can find out n, find out d. Point number 2, geometric progression will sound like this: a r square a r raised to n minus 1, which is nth term. Sum to n terms is a into r raised to n minus 1, or divided by r minus 1, or a into 1 minus r raised to n divided by 1 minus r raised to n. R is less than or equal to 1. 3 constant is equal to a by r, a r 4 will get a by r cube, a by r, a r cube multiply r will get cancelled. You can find out n, find out r. Sum to infinity approximately a by 1 minus r. AP GP basic comes 0. So, but this is not how they should be learning. ഈ ഒരു രീതി മാറ്റി എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി വിഷ്വൽസ് യൂസ് ചെയ്ത് എങ്ങനെ പഠിക്കാമെന്നും കോണ്ടെക്സ്റ്റുവലായി എങ്ങനെ പഠിക്കാമെന്നും ഐഡിയ വെച്ചിട്ടാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. മൂവി ലൈക്ക് വീഡിയോസും ഗെയിം ലൈക്ക് ഇന്ററാക്ഷനും യൂസ് ചെയ്ത് സ്റ്റുഡൻസിന് എൻഗേജിങ്ങും എഫക്റ്റീവായ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. മൊബൈൽ ആപ്സ് പോപ്പുലറായി വരുന്ന ഒരു സമയമായിരുന്നു അത്. അങ്ങനെ 2015 ബൈജൂസ് ദ ലേണിംഗ് ആപ്പ് ലോഞ്ച് ചെയ്തു. ലേണിംഗ് ആപ്പിന്റെ ലോഞ്ചിന് ശേഷം 1000 കണക്കിന് കുട്ടികൾക്ക് പകരം ലക്ഷക്കണക്കിന് കുട്ടികൾ ഇതിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. ഇത് ആക്ച്വലി ഒരു ബിസിനസ് ആയി തുടങ്ങിയതേ അല്ല. മാത്സിലുള്ള പാഷൻ പെർസ്യൂ ചെയ്ത് ലേണിംഗ് എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് കണ്ടിന്യൂസ് ആയി ചിന്തിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം കുറേയേറെ കുട്ടികൾക്ക് ഉപകാരപ്രദമായപ്പോൾ ഇറ്റ് എൻഡഡ് അപ്പ് ബിക്കമിങ് എ ബിസിനസ്. ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ഐ എം എൻ എഞ്ചിനീയർ ബൈ ചാൻസ്, എ ടീച്ചർ ബൈ ചോയ്സ്, വിച്ച് മേഡ് മീ എൻ ഓൺട്രപ്രണർ ബൈ. ആക്ച്വലി ഒരു ഡിഫറൻസും ഇല്ല. തിങ്സ് ദാറ്റ് മാറ്റർ ടു യു ഡോണ്ട് ചേഞ്ച് ബിക്കോസ് യു ഹാവ് ദ ടാഗ് ഓഫ് എ ബില്യണയർ. മണി കനോട്ട് ഗെറ്റ് യു എവറിഥിങ്. ഇറ്റ്സ് എ ലിറ്റിൽ ജോയ്സ് ദാറ്റ് മാറ്റർ ഇൻ ലൈഫ്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊന്നും ആക്ച്വലി മാറുന്നില്ല. ഇപ്പോഴും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും സന്തോഷം നാട്ടിലെ സെയിം തട്ടുകടയിൽ നിന്ന് ചായയും പഴമ്പഴയും കഴിക്കുന്നതാണ്. കാശുള്ളതുകൊണ്ട് സന്തോഷം ഉണ്ടാകുന്ന ഒരു നിർബന്ധമില്ല. റിയൽ ഹാപ്പിനെസ് ഇസ് വെൻ യു ഹാവ് എ ഫിറ്റ് ബോഡി, കാം മൈൻഡ് ആൻഡ് എ ഹൗസ് ഫുൾ ഓഫ് ലവ്. മാത്തമാറ്റിക്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പ്രാക്ടിക്കലായി പഠിച്ചതുകൊണ്ട് കോംപ്ലക്സ് കോൺസെപ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാൻ എനിക്ക് പറ്റിയിരുന്നു. പിന്നീട് കോണ്ടെക്സ്റ്റുവലായ റിയൽ ലൈഫ് സിനാരിയോസ് വെച്ച് പഠിപ്പിക്കാൻ എന്നെ സഹായിച്ചതും ഈ ഒരു പഠന രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം 10-20 കുട്ടികളെ വെച്ച് തുടങ്ങിയത് പെട്ടെന്ന് ആയിരക്കണക്കിന് കുട്ടികളിലേക്ക് വളരാനും പിന്നീട് ഒരു പോപ്പുലറായ മാത്സ് ടീച്ചറായി ആവാനുമുള്ള കാരണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് 7-8 വയസ്സുള്ളപ്പോൾ തന്നെ സമ്മർ വെക്കേഷനിൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് പോസ്റ്റിന്റെ എണ്ണവും സമയവും വെച്ച് ഞാൻ ട്രെയിനിന്റെ സ്പീഡ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. അതുപോലെ ആളുകൾക്ക് വട്ടാണെന്ന് തോന്നുന്ന കുറെ കാര്യങ്ങൾ കണക്കുപയോഗിച്ച് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടേയിരുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് കുട്ടികളിലേക്ക് ഇത് എത്തിക്കാനുണ്ട്. കുറെ കൂടി കുട്ടികളെ ഇങ്ങനെ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കിപ്പിക്കാനുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇന്നും ഭൂരിഭാഗം കുട്ടികളും പഠിക്കുന്നത് പരീക്ഷയെ പേടിച്ച് അല്ലെങ്കിൽ പാരന്റ്സിന്റെ നിർബന്ധം കൊണ്ടാണ്. ഈ ഒരു ചിന്താഗതിയിൽ മാറ്റം വരുത്തി പഠിക്കാനുള്ള ശരിയായ രീതി എങ്ങനെ പഠിക്കണമെന്നും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് എങ്ങനെ വളർത്തിയെടുക്കാമെന്നും സബ്ജക്ട്സ് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതിനുള്ള കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഇതൊക്കെ ഫോക്കസ് ചെയ്താണ് ഞങ്ങൾ ഓരോ പ്രോഗ്രാമും ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു സെക്ടറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് പുറമെ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് കുട്ടികളെ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കാമെന്നും അതുപയോഗിച്ച് ഭാവിയിലെ ഇനിയും ഡിഫൈൻ ചെയ്യപ്പെടാത്ത ജോലികൾ ചെയ്യുന്നതിന് അവരെ എങ്ങനെ പ്രാപ്തരാക്കാം എന്നുള്ളതുമാണ്. എന്തുകൊണ്ടെന്നാൽ 21st century literature are not the ones who can't read and write. They are the ones who can't learn, unlearn and relearn. Next generation ഈ ഒരു രീതിയിൽ പഠിക്കാൻ പറ്റിയാൽ അത് അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അത് അവരുടെ ഫാമിലീസിനെ ഹെൽപ്പ് ചെയ്യും, അതിലുപരി രാജ്യത്തിന്റെ പുരോഗതിക്ക് ഹെൽപ്പ് ചെയ്യും. That's why I normally tell that the real fun is not in creating a $1 billion company, but in changing the way millions think and learn. As education is still the only way to make it big for most of them. രസകരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ നിത്യജീവിതത്തെ അർജുൻ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഡെയിലി റൂട്ടീൻ എങ്ങനെയാണ്? സോ സാർ പറഞ്ഞ പോലെ സ്പോർട്സിനോട് ഭയങ്കര കമ്പാണ്. ഇത് ഈ കാലിന്റെ പ്രശ്നം വരുന്നതിന് മുമ്പേ ഐ കാൺ റിമെമ്പർ വൺ ഡേ വെൻ ഹി വുഡ് നോട്ട് ജോഗ്. രാവിലെ എണീച്ച ഫസ്റ്റ് തിങ് ഉറക്കം വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. ഫസ്റ്റ് തിങ് ഹി ഡസ് ഇസ് ജോഗിങ് ആൻഡ് എല്ലാ ദിവസവും he tries to beat his own speed. So സാറിനെ എപ്പോഴും ചെയ്തെന്ന് വെച്ചാൽ ഐ വിൽ കീപ് ഓൺ കോമ്പീറ്റിംഗ് വിത്ത് മൈസെൽഫ്. ഏത് കാര്യത്തിലായാലും അത് ഒരു
കുട്ടീനെ എങ്ങനെ ബെറ്ററായി പഠിപ്പിക്കാനായാലും കൂടുതൽ കുട്ടികളിലേക്ക് നമ്മളെ പ്രോഡക്റ്റ് എത്തിക്കുന്നതായാലും ഈവൺ ഒരു വർക്ക്ഔട്ട് റിജീമിലായാലും പോലും. ആൻഡ് അത് കഴിഞ്ഞാൽ ഓഫീസ് ഈസ് വെരി വെരി ഇൻവോൾവ്. ഇറ്റ്സ് ലൈക്ക് ഹി നോസ് എവറിത്തിങ്. അതാണ് ഐ മീൻ ലൈക്ക് ഇഫ് യു ആസ്ക് മീ ഹി ട്രൈസ് ടു വൺ തിങ് ഹി ഓൾവേസ് ട്രൈസ് ടു ഡു ഇസ് എന്ത് തിരക്കായി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും ഫാമിലിയിലൂടെ ടൈം സ്പെൻഡ് ചെയ്യും. ആൻഡ് ഹി എൻഷുർ ദാറ്റ് ഹി ഈസ് ഓൾവേസ് ഫുൾ ഓഫ് പോസിറ്റീവ് തോട്ട്സ്. ഓക്കെ, അപ്പൊ ഫാമിലിയിൽ എല്ലാവരും വിശ്വസിക്കുന്ന പോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിക്കും, ആ ട്രസ്റ്റ് കൊടുക്കും, ഫുൾ ഫ്രീഡം കൊടുക്കും. ദാറ്റ്സ് ഓൾസോ വൺ ഓഫ് ദ റീസൺ റൈറ്റ്. ഈ കമ്പനിയിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് മാനേജ്മെന്റിലായാലും അല്ലാതെ മോസ്റ്റ് ഓഫ് ആർ AVPs ഓർ EVPs ഓർ എവറി വൺ എല്ലാവരും ഒരു എക്സ്പീരിയൻസ് ചെയ്ത് വന്ന ആൾക്കാരൊന്നുമല്ല. അധികം ആൾക്കാരും സാറ് സ്റ്റുഡൻസ് ആയിരുന്നു. അവരകത്തേക്ക് വന്നു, സാറ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തു, സാറ് ഫ്രീഡം കൊടുത്തു, സാറ് ഗൈഡ് ചെയ്തു, സാർ അവരെ വളർത്തി. പക്ഷെ എല്ലാ സമയത്തും ഈ ഒരു പ്രൊഫഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതിൽ തന്നെ മുഴുകിയിരിക്കുന്ന ഒരാളാണോ ബൈജു? അതല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരു സമയം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ല, അങ്ങനെ സമയമേ ഇല്ല. വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല. ഓക്കെ, ജോസഫ്, അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് എന്ത് തോന്നുന്നു ജോസഫ്? നമുക്കിങ്ങനെയൊന്നും ആവാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. 100% ഉറപ്പാണ്. കാരണം ആരും ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. കാരണം പലപ്പോഴും ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ APJ അബ്ദുൽ കലാം സാർ പത്രം വിറ്റ് നടന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അവിടുന്ന് ഇത്ര തലത്തിലോട്ട് എത്തി എന്ന് വെച്ച് ബാക്കി 99 പേരും ചിലപ്പോൾ ഇപ്പോഴും പത്രം വിറ്റുകൊണ്ട് ഇറങ്ങായിരിക്കും. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡ്രൈവ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറ്റുള്ളൂ. അതുപോലെ ആവാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഏരിയയിൽ എന്താവാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നതായിരിക്കും. എനിക്കകത്ത് പറഞ്ഞതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഏറ്റവും ഇഷ്ടപ്പെട്ട സെന്റൻസ്, ഫാമിലിയെ വളരെ ഇമ്പോർട്ടന്റ് ആയി കരുതി. അതുകൊണ്ട് കമ്പനി ആയിപ്പോ ഞാൻ അതൊരു ഫാമിലിയായി കാണുന്നതാണ്. നെക്സ്റ്റ് ജനറേഷനിലെ മെസ്സേജ് ഞാൻ ഇംഗ്ലീഷിൽ പറയണ പോകുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഫാഷൻ എന്നുള്ള വേർഡിന്റെ എല്ലാം മലയാളം അഭിനിവേശം എന്നെല്ലാം പറഞ്ഞാൽ കുറെ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. പിന്നെ അതിനു പുറമെ ഈ വീട്ടിൽ പറയുന്ന നാടൻ കണ്ണൂർ മലയാളം യൂസ് ചെയ്യാണ്ടിരിക്കാൻ ഞാൻ കുറെ പണിപ്പെട്ടു. എന്നാലും ആടിയുടെയൊക്കെ കുറെ വേർഡ് വന്നിട്ടുണ്ടാവുന്ന ഉറപ്പാണ്. കുറെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം തീരുന്നതിലടക്കുന്ന ചിലപ്പോൾ ട്രോളും വരാൻ തുടങ്ങും. സോ ദിസ് ആൻസർ ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ലെറ്റ് മീ ടെൽ എ ഫ്യൂ തിങ്സ് വിച്ച് വർക്ക് ഫോർ മീ. Generally, when I ask college students what they want to do in the next 5-10 years, they all have an answer. Dreaming big is actually easy, but that's only 50%. The other 50% is about doing it step by step, having that discipline. You need to have those big dreams, but you also need to have goals. Have a life goal, break those goals down to annual goals, monthly goals, weekly goals, and even daily goals. You also need to become action biased for it. Go and make mistakes, learn from those mistakes, and what you learn from those small mistakes is what will eventually help you to win big. Now the next one, thinking big is important. You would have heard go big or go home. So I normally tell increase your aspiration level to a level that you can never reach, and once you are about to reach, raise the bar again. Because you will realize that all of us are far better than what we think we are. All of us can do a lot more than what we think we can. There are no lack of ideas. Biggest asset is our young population. We're still growing as a country. If all of you increase your aspiration levels, we have every opportunity to become one of the most powerful nations in the coming decades. Now the last one, especially to all youngsters, in this day and age, opportunities are unlimited. Time is on your side. So find out things which you like and If you ask me where I've been successful is in recreating lot more Baijus who are better than the original Baiju. And that's because I've been able to sell my vision of making an impact in terms of how the students are learning. And why that's important is coming from my kind of background. I know that education is what I am today, and education is either the only way to make it big or the best way to make it big, depending on which section you belong to. And you have to share with us, to all the entrepreneurs who will be watching this and listening to you, how do you keep yourself motivated all the time? And you have to tell us, because they are hard days, they are tough days, they are difficult days. How are you always this energetic? So it's very simple in one sentence. If you ask me, increase your aspirational level.
as much as possible, because none of us ever meet our aspirational levels, and keep on losing to yourself, keep on competing, try beating yourself every day, compete with yourself day in, day out. Competition is not with others, competition with yourself, and especially when you are creating something which people have not done before, competition has to be with